നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3യിലേക്ക് സ്വാഗതം. അവളുടെ വീട് എവിടെ എന്ന പരമ്പര നമ്മൾ തുടരുകയാണ്. വിവാഹശേഷം സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ ഇടം നിഷേധിക്കപ്പെടുന്നു എന്ന വലിയ ചോദ്യമാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ ചോദിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചേരുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ ജീവൻ തന്നെ നഷ്ടമായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വിസ്മയയുടെ അച്ഛൻ ത്രിവിക്രമൻ നായർ, ഒപ്പം സാമൂഹ്യ പ്രവർത്തകയും നർത്തകിയുമായ സന്ധ്യ മനോജ് എന്നിവരാണ്. രണ്ടുപേർക്കും സ്വാഗതം. ഒപ്പം പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ സംസാരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഞാൻ ശ്രീ ത്രിവിക്രമൻ നായരിലേക്ക് പോവുകയാണ്. അച്ഛാ, ഞങ്ങളെല്ലാവരും വളരെയധികം വിഷമിച്ച നമ്മുടെ വിസ്മയയുടെ മരണം അത് വല്ലാതെ എല്ലാവരെയും വേദനിപ്പിച്ചതാണ്. ആ ഓഡിയോ ക്ലിപ്പൊക്കെ അടക്കം പുറത്തു വന്നപ്പോൾ വിസ്മയ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മളിങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൻ്റെ കാര്യം വീണ്ടും അത്തരത്തിൽ ഭർതൃഗൃഹത്തിൽ നവവധുക്കൾ അല്ലെങ്കിൽ പുതിയതായി വിവാഹം കഴിഞ്ഞു പോയ പെൺകുട്ടികൾ മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അത് ആവർത്തിക്കരുത്, ഇനി അത് ഉണ്ടാകരുത് എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇത്തരത്തിലൊരു പരമ്പര സംഘടിപ്പിക്കുന്നത്. അച്ഛൻ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അതേപോലെ ന്യൂസ് 18 എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഒരു സങ്കടഘട്ടത്തിൽ എന്റെ കൂടെ നിന്ന് മീഡിയ പ്രവർത്തകർക്കാണ് കൂടുതലും ഞാൻ നന്ദി അറിയിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിച്ചു വിട്ടാൽ അവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്നുള്ള രക്ഷകർത്താക്കളെ അവര് തെറ്റിദ്ധാരണയാണ് രക്ഷപ്പെട്ടത് കുട്ടികൾ. കാരണം അവർ കല്യാണം കഴിച്ച് അവരുടെ ഭർത്തൃ വീട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അവർക്ക് നമ്മളെ വീട്ടിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള കുറെ മനോഭാവം ഈ കുട്ടികൾക്കും അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ് അത്യാവശ്യം. കാരണം അവർ നമ്മളെ കൂടെ ജീവിച്ച കാലഘട്ടം മൊത്തവും അവർക്കൊരു റൂമും അവർക്ക് ആഹാരം അവർക്ക് ഡ്രസ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അത് കല്യാണം കഴിഞ്ഞു പോയാലും അത് അവർക്ക് ഉണ്ടാവണം എന്നുള്ളൊരു വിശ്വാസം നമ്മൾ കൂട്ടിവർക്കണം. എന്റെ അനുഭവത്തിൽ പറയുന്ന കാര്യമാണ്. ഇനിയുള്ള രക്ഷകർത്താക്കളിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരനുണ്ട്. കാരണം അവരെ കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ തീർന്നു, അവർ നമ്മളെ അച്ഛനും അമ്മയും അവരെ വിട്ടു കഴിഞ്ഞു എന്നുള്ള ഒരു മനോഭാവം, തിരിച്ചവർക്ക് നമ്മളെ വീട്ടിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള ഒരു മനോഭാവം ആ കുട്ടികളെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉള്ള അതുകൊണ്ട് നമ്മൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവിടെ പറ്റില്ല എങ്കിൽ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തണം. ഈ ഒരു വിവരം ഞാൻ എന്റെ മോളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അവിടെ ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് അവൻ ആക്രമിക്കുകയും എന്റെ മോനെ അടിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ എന്റെ മോളുടെ തിരിച്ചവർ അങ്ങോട്ട് വിട്ടില്ലായിരുന്നു. ഞാൻ എന്റെ വീട്ടിലാണ് ഞാൻ നിർത്തിയിരുന്നത്. അവിടുന്ന് ലാസ്റ്റ് എക്സാം എഴുതാനായിട്ട് അവൾ കോളേജിൽ പോയ സമയത്താണ് അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ് കോവിഡിന്റെ 2ാം തരംഗമായിപ്പോയി. ഞാൻ ഇതെല്ലാം അന്ന് തൊട്ട് ഞാൻ പറയുന്നതാണ് സത്യമായിട്ടുള്ള കാര്യം. അവിടുന്ന് ഞങ്ങളെ ആ ഫോമുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ വേറൊന്നും അവൻ അനുഭവിച്ചു. കാരണം ഞങ്ങൾ അറിയാതെ അവിടെ ഞങ്ങളിൽ നിന്ന് പോയപ്പോഴത്തേക്ക് അവർക്കും ഒരു വിഷമം തിരിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് വരാനായിട്ട്. അങ്ങനെയാണ് ഈ ഒരു സംഭവം അതിൽ. അതുകൊണ്ട് നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്ന സമയം തൊട്ട് നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കേണ്ടി ഇങ്ങനെ കല്യാണം കഴിച്ചയച്ചാലും നിനക്ക് ഞങ്ങളെ കൂടെ ജീവിക്കാനുള്ള ഈ സ്ഥലം, നീ കിടക്കുന്ന ഈ റൂമും ഈ കട്ടിൽ ഈ ആഹാരം ഇതെല്ലാം നിനക്ക് തരും. നീ കല്യാണം കഴിച്ചാൽ നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ തിരിച്ചു പോരെ എന്നുള്ള ഒരു പറഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടികളെ വളർത്തിയെടുക്കണം. പിന്നെ അതേപോലെ ഞാൻ ഇന്നും പറയുന്ന ഓരോ വാക്കാണ് നമ്മൾ ക്യാമ്പസുകളിൽ നമ്മളെ +2 ക്യാമ്പസുകളിൽ നമുക്ക് ഈ കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ക്ലാസ് കൊടുത്താൽ നമുക്ക് ഇതിന്റെ ഒരു 90% നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. അത് അന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്നും വരെ അതിനുള്ള ഒരു നടപടി നമ്മളെ സർക്കാരിനോ അല്ലെങ്കിൽ നമ്മളെ സാമൂഹ്യ പ്രവർത്തകരോ നമ്മളെ സ്കൂൾ അധികാരികളോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നമ്മളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള +1 +2 SLC തുടങ്ങി. SLC +1 +2 കാലഘട്ടത്തിൽ അവരെ ഒരു പീരീഡ്, ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു പീരീഡ് അവർക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഏറ്റവും നന്നായിരിക്കും. ഇതാണ് എന്റെ അഭിപ്രായം. അതേപോലെ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ തുടരണം. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകയും നർത്തകിയുമായ സന്ധ്യ മനോജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സന്ധ്യ, നമ്മൾ ഈ നമ്മളെ വലിയ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ചും സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോഴും നമ്മൾ
നമ്മളെ ചുറ്റിക്കിടക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമുണ്ട്. 2 ദിവസം സ്വന്തം വീട്ടിലേക്ക് വന്നു നിൽക്കുമ്പോൾ സ്വന്തം വീട്ടുകാരെക്കാട്ടിലും ഭയം മറ്റുള്ള അയൽവാസികളെയോ അല്ലെങ്കിൽ അകന്ന ബന്ധുക്കളെയോ ഒക്കെ ആയിരിക്കും. അവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മളോട് എന്ത് ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. 2 ദിവസം മാക്സിമം ഒരാഴ്ച, അത് കഴിയുമ്പോൾ ചോദിച്ചു തുടങ്ങും എന്താണ് പ്രശ്നം എന്ന്. ഈ ഒരു വിഷയമാണ് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ പ്രതികരിക്കുന്നുണ്ട്, പ്രേക്ഷകരടക്കം പ്രതികരിക്കുന്നു. എന്താണ് സന്ധ്യയ്ക്ക് ഒരു ആമുഖമായി പറയാനുള്ളത്? അശ്വതി, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ന്യൂസ് 18 ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയട്ടെ. ഇങ്ങനത്തെ ഒരു അവയർനെസ് പ്രോഗ്രാം അത് അശ്വതി വളരെ ഫയറോടുകൂടി പറയുന്നതിന് താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ജനറേഷന് കുറച്ചും കൂടെ ആക്സസിബിലിറ്റി ഉണ്ട്, പക്ഷെ സെൻസിറ്റിവിറ്റിയും കൂടി ഉണ്ട്. അവർക്ക് ഫൈറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ത്രാണിയോ പേഷ്യൻസോ ആയിട്ടില്ല. അപ്പോ നേരത്തെ വിക്രമൻ സാർ പറഞ്ഞ പോലെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊച്ചിലെ തൊട്ട് ആണ് പെണ്ണ് എന്നുള്ള ഭേദം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തില്ലെങ്കിലും സമൂഹത്ത് അതുണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അതുണ്ട്. അപ്പോ വിപ്ലവമൊക്കെ നമ്മൾ സൃഷ്ടിച്ച് പറയാൻ കൊള്ളാമെങ്കിലും ഈ വിപ്ലവം പറയുന്നത് അത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്താണ്. പക്ഷെ ഇത് എത്ര പേര് കേൾക്കുന്നുണ്ട്? നമ്മള് ഈ ചാനൽ ഈ സമയത്തിരുന്ന് കാണുന്നവർ പോലും ഇതിനോട് റെസണേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ്. ബാക്കി എല്ലാവരും അവനവന്റെ കാര്യം നോക്കി എന്തെങ്കിലും വേറെ ഒരു എന്റർടൈൻമെന്റിലേക്കാണ് പോകുന്നത്. ഇത് എന്റർടൈൻമെന്റ് അല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. കുട്ടികൾക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് തിരിച്ചറിവില്ല. ഇപ്പൊ ഞാൻ ഒരുപാട് കോളേജസിൽ ട്രെയിനിങ്ങിന് പോവാറുണ്ട്. പലരോടും പല രീതിയിലും പല കുട്ടികളോട്, പെൺകുട്ടികളോട് പ്രത്യേകിച്ചും, നിങ്ങൾ എന്താ അത് പറയാത്തെ, പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പ്രശ്നമാണെന്നാണ്. ഞാൻ പറഞ്ഞു, ചെറിയ തോതിൽ പറയേണ്ട രീതിയിൽ പറഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ കമ്മ്യൂണിക്കേഷൻ, അത് പേരൻസിന്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും ആദ്യം വരുന്നത് ഞാൻ പറഞ്ഞാൽ അതെനിക്ക് നാണക്കേടാണോ, ഞാൻ ചമ്മോ, അല്ലെങ്കിൽ ഇതല്ലേ നോം. നമ്മുടെ നോംസ് എല്ലാം മാറിയിരിക്കുന്നു. പക്ഷെ ഇന്ന് സംഭവിച്ചേക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ വിസ്മയ്ക്കാണെങ്കിലും ശരി, ഷൈനിക്കാണെങ്കിലും ശരി, അതൊരു നോർം ആവാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അതില് ഏറ്റവും കൂടുതൽ എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും എന്ന് പറയേണ്ടത് ഒരു അമ്മയാണ്. 2 കുട്ടികളെ ചേർത്ത് പിടിച്ച് ഒരു ട്രെയിനിന്റെ മുഖാമുഖം നിൽക്കുന്ന ആ ഒരു തോട്ട്, ആ ഒരു മൊമെന്റ് എനിക്ക് ആലോചിക്കാൻ വയ്യ. എന്താന്ന് വെച്ചാൽ എങ്ങനെ അത്രയും താലോലിച്ച് ആ കുട്ടികളുടെ കുറച്ച് വീഡിയോസ് കാണാനിടയുണ്ടായി സോഷ്യൽ മീഡിയയിൽ. ഇത്രയും ക്യൂട്ടായിട്ടുള്ള കുട്ടികൾ എങ്ങനെ, അപ്പോ എന്തായിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥ, ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? പക്ഷെ എന്ത് സംഭവിച്ചാലും, നിനക്കെന്ത് സംഭവിച്ചാലും നമുക്കെന്ത് സംഭവിച്ചാലും ഇത് നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പ് വിട്ട ഒരു അവസ്ഥയാണത്. അത് എങ്ങനെ വന്നു? ഷൈനിക്ക് മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് കുട്ടികൾ, ഒരുപാട് ചെറുപ്പക്കാര് അതേ അവസ്ഥയിൽ കൂടെ പല പ്രാവശ്യം പോകുന്നുണ്ട്. പക്ഷെ അവർക്കെല്ലാം എല്ലാവരിലേക്കും നമ്മൾ എത്തിപ്പെടില്ല. പക്ഷെ എല്ലാവർക്കും എവിടെയെങ്കിലും ഒരു കോൺഫിഡൻസ് വേണം. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ ബ്രദറിന്റെ അടുത്ത് ചെന്ന് പറയാൻ പറ്റും, ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ അന്യോന്യം കൊടുക്കാൻ തുടങ്ങണം. ഇല്ലെങ്കിൽ ഇതിലൊരു മോചനമില്ല. എല്ലാവരും നമ്മളെ കുറ്റം പറയും, അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ പറയുന്നതിനെ വ്യാഖ്യാനിച്ച് ഒരു അഡ്വൈസ് എടുത്തു തരും. ഇതാണ് മിക്കവാറും സംഭവിക്കുന്നത്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഉടനെ ഒരു അഡ്വൈസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ അഡ്വൈസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജോലി കിട്ടിയാൽ കിട്ടണ്ടേ? അല്ലെങ്കിൽ ഒരു അവസരം വന്നാൽ അത് ശരിയാവോ? ഒരിക്കലും ഇല്ല. പക്ഷെ അതിനുള്ള ഞാൻ കൂടെയുണ്ട്, നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കിക്കൊണ്ടിരിക്കാം. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ വരുമ്പോഴാണ് എന്ത് കിട്ടിയാലും ശരിയാവുന്നില്ല എന്നുള്ളൊരു ഫീലിംഗിലേക്ക് സ്വന്തമായ മനസ്ഥിതി നമ്മൾ സ്പൈറൽ ഡൗൺ ചെയ്യണത്. ആരോടും പറയാൻ വയ്യ. ആ ഒരു അവസ്ഥയിലേക്ക് ആരും പോവരുതേ എന്നിപ്പോഴത്തെ ഒരു പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും. ഞാൻ ശ്രീ ത്രിവിക്രമൻ നായർ, താങ്കളിലേക്ക് ഒന്നുകൂടി വന്നാൽ, വിസ്മയ വിളിച്ച ഫോൺ കോളുകൾ നമ്മൾ അന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സങ്കടം തോന്നിയത്, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കരഞ്ഞുകൊണ്ട് പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ, അത് ഇപ്പോഴും നമ്മുടെയൊക്കെ ചെവിയിലുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ താങ്കൾക്ക്? താങ്കൾ എപ്പോഴും ചിന്തിക്കുമായിരിക്കാം ഒരുപക്ഷെ, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയാൽ മതിയായിരുന്നു, അവളെ നിർബന്ധിച്ചാണെങ്കിലും ഞാൻ എൻ്റെ മോളെ ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു എന്ന്
താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? കേൾക്കുന്നില്ല കേട്ടോ, ക്ലിയർ ആയിട്ട് കേട്ടില്ല. അച്ഛാ ഇപ്പൊ കേൾക്കാമോ ഞാൻ പറയുന്നത്? ഇപ്പം കേൾക്കാം. കേൾക്കാം. എപ്പോഴെങ്കിലും അച്ഛന് തോന്നിയിട്ടുണ്ടോ മകളെ ഇവിടെ നിർത്തിയാ മതിയായിരുന്നു, ഇനി അവളെ നിർബന്ധിച്ചായാലും ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞാ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അച്ഛന്? തീർച്ചയായിട്ടും. അതല്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ അറിയാതെ ഇവിടുന്ന് പോയതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ചെറിയ സാങ്കേതിക തകരാറുകളുണ്ട്. ഞാൻ താങ്കളിലേക്ക് വളരെ വേഗം വരാം. സന്തോഷ് എന്ന പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ശരിയാണ്, ഒറ്റപ്പാലത്ത് നിന്നും. ശ്രീ സന്തോഷ്, പറയൂ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് സംസാരിക്കാനുള്ളത്? സന്തോഷ്, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് താങ്കൾക്ക്? അതായത് വിസ്മയ കേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കേസ് അതായത് കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരുന്നു, ടി വിയിൽ കണ്ടുവന്നാണ്. നമ്മൾ ഒരു ഫോളോ അപ്പ് ചെയ്യാന്ന് വെച്ചാൽ, അത് കണ്ടിന്യൂ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. നമ്മളത് ഫോളോ അപ്പ് ചെയ്തിട്ട് അടുത്ത ന്യൂസ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നു. സന്തോഷ്, ഈ ന്യൂസിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, സന്തോഷിനൊരു സഹോദരിയോ അല്ലെങ്കിൽ സന്തോഷ് വിവാഹിതനാണോ എന്നൊന്നും എനിക്കറിയില്ല. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്, അത് എന്തിനും ആവട്ടെ, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാകാം, ചിലപ്പോൾ സന്തോഷത്തോടെ ആകാം. പക്ഷെ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ട്? മറ്റ് ബന്ധുക്കൾക്ക്, അയൽക്കാർക്ക്, നാട്ടുകാർക്ക്. എനിക്ക് 2 പെൺമക്കളാണ്, ദിയ കൃഷ്ണ, കീർത്തി കൃഷ്ണ, 2 പേരും. ഈ 2 പേർക്കും എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നോക്കാൻ അച്ഛനും അമ്മയും ഞാൻ ബാധ്യസ്ഥമാണ് അവർക്ക്. പക്ഷെ അവർ ഇഷ്ടപ്പെട്ട ജീവൻ കൊടുക്കാനും അവർ ആഗ്രഹിക്കുന്ന ജീവൻ കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അവർ ആ ഇഷ്ടത്തിന് പുറത്ത് തിരിച്ചു വരികയെന്ന് വെച്ചാൽ ഉൾക്കൊള്ളാൻ അച്ഛനമ്മ നിലയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. പിന്നെ നാട്ടുകാർ നമുക്ക് ചെലവിന് തരുന്നില്ലല്ലോ. തീർച്ചയായും അത് പറഞ്ഞാണോ മക്കളെ വളർത്തുന്നത്? അത് പറഞ്ഞപ്പോ നിങ്ങൾ ചാനലിൽ എന്റെ മക്കൾക്ക്, ഞാൻ ഇപ്പൊ ഓരോ ന്യൂസ് ചാനൽ ഒരു പരിപാടി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്റെ മക്കൾക്ക് പഴയ വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ടാണ്, യൂട്യൂബിൽ കാണിച്ചു കൊടുത്താൽ വളർത്തുന്നത്. ഇതെങ്ങനെയൊക്കെ നടന്നു, ഇങ്ങനെയൊക്കെ അച്ഛൻ ചെറുപ്പത്തിൽ എങ്ങനെ ആയിരുന്നു, നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾ ചെറുപ്പത്തിൽ വലുതാകുമ്പോൾ നിങ്ങൾ എന്റെ ജനറേഷൻ വ്യത്യാസമുണ്ട്. അതെ, പറഞ്ഞു കൊടുത്ത് വളർത്തണം. ഇനിയിപ്പോ അതിനപ്പുറത്തേക്ക് പോകാൻ ചിലപ്പോൾ ദൈവത്തിന്റെ കയ്യിലല്ലേ. തീർച്ചയായിട്ടും വളരെയധികം നന്ദി സന്തോഷ്, ഞങ്ങളോട് ഈ സമയത്ത് വിളിച്ചതിനും സംസാരിച്ചതിനും. ശ്രീമതി സന്ധ്യ മനോജ്, ഇത് തന്നെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നതും? ഇനിയുള്ള തലമുറയിലുള്ള അച്ഛനമ്മമാരെങ്കിലും അത്തരത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണം. ഇങ്ങനെയൊക്കെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ ഇങ്ങ് പോരണം, ഇവിടെ ഞങ്ങളുണ്ട്, ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നീ അനാഥയാകില്ല എന്ന് പറഞ്ഞ് വളർത്തണ്ടേ പിള്ളേരെ? തീർച്ചയായിട്ടും. അനാഥത്വം മാത്രമല്ല അശ്വതി, നമ്മൾ സംസാരിക്കുമ്പോ പെൺകുട്ടികൾക്കറിയാം അവർക്ക് അത്രയും ഫ്രീഡം അല്ലേ. ഇപ്പൊ ഈവൻ പുറത്തു പോയാലും അവരുടെ ടൈം റെസ്ട്രിക്ഷൻ ഒരു ആൺകുട്ടിക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറവായിരിക്കും. പക്ഷെ അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കണെന്നുള്ളത് നമ്മൾ പറയാറില്ല. ഇപ്പൊ എന്റെ കുട്ടികൾ വളർന്നു വന്നപ്പോ എന്റെ മോന് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രീഡവും എന്റെ മോൾക്ക് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രീഡവും കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അപ്പോ മോള് വളർന്നു വന്നപ്പോ പറഞ്ഞു, ചേട്ടൻ വലുതായപ്പോ സ്ലീപ്പ് ഓവർ പാർട്ടിക്ക് പോവാറുണ്ട്, അപ്പൊ എനിക്കും പോണം. നീ പൊക്കോ, ഒരു പ്രശ്നവുമില്ല. ഉടനെ എന്റെ മകൻ, അവളെക്കാട്ടിലും 5 വയസ്സ് മൂപ്പുള്ള മകനാണ്, അവൻ വന്നിട്ട് അത് പറ്റില്ല. എന്ന് വെച്ചാൽ എന്താ, നീ പോവാറില്ലേ? അപ്പൊ അവൾക്ക് പോയാൽ എന്താ, അല്ലല്ല അത് സേഫ് അല്ല. അപ്പൊ വെച്ചാൽ എന്താ സേഫ് അല്ലാത്ത? ബിക്കോസ് എനിക്ക് ആ കോൺവെർസേഷൻ വേണമായിരുന്നു അവരുടെ പെർസ്പെക്റ്റീവിന്. അല്ല അത് എല്ലാരും നല്ല ആൾക്കാരല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അത് മോളെ അവൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, പൂർണ്ണമായ വിശ്വാസമുണ്ട്. നിനക്ക് അവരെ വിശ്വാസമുണ്ടെങ്കിൽ നീ പോയി നിന്നോ. ഇനി അത് കവിഞ്ഞ് നിനക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ നിന്റെ കൂടെ A to Z നിൽക്കും. അത് എന്തൊക്കെ സംഭവിച്ചാലും, എന്ത് വിപത്തായിട്ട് സംഭവിച്ചാൽ പോലും നിന്റെ കൂടെയായിരിക്കും ഞാൻ എന്നുള്ള ഒരു ആത്മവിശ്വാസം ഞാൻ അവൾക്ക് കൊടുത്തു. അതിനുശേഷം അവൾക്കായിട്ട് പോകണമെന്നോ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോ വാശിയോ ഒന്നുമില്ല. നമ്മളൊരു വാർണിംഗ് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയും, എനിക്ക് നിന്നെ വിശ്വാസമാണ്, പക്ഷെ ലോകത്തെ വിശ്വാസമില്ല, പലതും കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നുള്ള വാർണിംഗ് മാത്രമേ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ അവരുടെ ഫ്രീഡം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ ചുറ്റും വരും. ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കാണ് പേടി അവരെക്കാട്ടിലും. ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ എന്നെ ആദ്യം പറയും, നീ ഒരു നല്ല അമ്മയായിരുന്നില്ല, നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. അപ്പൊ നാട്ടുകാരെയും അയൽക്കാരെയും ആദ്യം പേടിക്കുന്നത് ഈ അച്ഛനമ്മമാരാണ്. എന്റെ മോൾ എന്റെ വീട്ടിൽ കല്യാണത്തിന് ശേഷം വന്ന് ഒരു മാസം തികച്ചു നിന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യണ്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൾ എന്താ തിരിച്ചു പോകുന്നില്ലേ, എന്താണ് ഇഷ്യൂ, ഇതൊക്കെ ഒന്നാമത് ആരെയും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല.
അവൾക്ക് അവളുടെ സ്വന്തം വീട്ടില് 1 മാസമല്ല 2 കൊല്ലം നിന്നാലും, കല്യാണം കഴിച്ചാണെങ്കിലും കഴിച്ചല്ലെങ്കിലും, കഴിച്ചിട്ട് വേണ്ടാന്ന് വെച്ചതാണെങ്കിലും, വൈ ഡസ് ഇറ്റ് മാറ്റർ? അതെ, തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. വിസ്മയുടെ അച്ഛൻ ഇപ്പോൾ ടെലിഫോണിൽ കണക്റ്റാണ്. താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ ത്രിവിക്രമൻ നായർ, താങ്കൾക്ക് കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. നമ്മൾ നേരത്തെ സംസാരിച്ചത് വിസ്മയ താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വിസ്മയ എന്റെ വീട്ടിൽ നിന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നായിരുന്നു എന്റെ ചോദ്യം. തീർച്ചയായിട്ടും അങ്ങനെ എന്റെ വീട്ടിലാണ് നിന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവത്തില്ല എന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. അങ്ങനെ വിശ്വസിച്ച് മക്കളെ ഞങ്ങൾ വീട്ടിൽ നിർത്തിയിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ നിർത്തിയിരുന്നതാണ്. പക്ഷേ അത് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്ന് പറഞ്ഞാൽ ആ നിമിഷം എന്ന് പറയുന്നത് എവിടെ അവരിങ്ങനെ വീട്ടിൽ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആ അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തവരാണ് അവരും. അവര് അങ്ങനെ രാത്രിയിൽ ഒരു വിഷയം വരുമ്പോൾ രാത്രി എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, എന്റെ ഒരു സൗണ്ട് എന്റെ കുട്ടി കേട്ടിരുന്നെങ്കിൽ എന്റെ കുട്ടി ഇന്ന് ജീവിച്ചിരുന്നതെന്നുള്ള പരിപൂർണ വിശ്വാസത്തിലുള്ളവനാണ് ഞാൻ. എന്നിട്ട് അവര് രാവിലെ കുട്ടിയെ ഹോസ്പിറ്റലാണെന്നുള്ള വിവരമാണ് എന്നെ വിളിച്ചു പറയുന്നത്. അപ്പൊ അത്രയും നീചന്മാരായ അച്ഛനും അമ്മമാരും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അവർ നൊന്ത് പ്രസവിച്ച കണക്ക് ആണ് എന്റെ മോളെ നൊന്ത് പ്രസവിച്ചതാണെന്നുള്ള ഒരു കണക്കൂട്ടൽ അവർക്കുണ്ടായില്ല. ഞാൻ അവർക്കെതിരെ ഒന്നും ഇതുവരെ ഞാൻ കേസ് കൊടുക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം അവരും ഇത് കണ്ട് വളരട്ടെ. അവർക്ക് ഇനിയും ഒരു കുട്ടിയുണ്ട്, അവർക്ക് ഇനി ആ കൊച്ചു വളർത്തുന്നുണ്ട്, എല്ലാം വരട്ടെ, നമുക്ക് ഇനിയും നേരിട്ട് കാണാം. ഇന്നൊന്നും ഒരു വിസ്മയോടുകൂടി ഈ കാര്യങ്ങളൊന്നും തീരില്ലല്ലോ. ഇനിയും അതാണ് ഞാൻ ഈ പറഞ്ഞ, നമുക്ക് കുട്ടികളെ വളർത്തി നമ്മൾ അവർക്ക് ഉള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പെൺകുട്ടിയൊക്കെ കൂടെ നമ്മൾ ഉണ്ടെന്നുള്ള ഒരു സപ്പോർട്ട്. വിസ്മയ എപ്പോഴെങ്കിലും ഒക്കെ വീട്ടിൽ വന്ന് നിന്നപ്പോ അച്ഛനോട് പറഞ്ഞിരുന്നോ ഇങ്ങനെ എനിക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നോ? എന്റെ അമ്മ സത്യമായിട്ടും അങ്ങനെ എന്റെ മോള് ഫോണിൽ കൂടെ പോലും ഞങ്ങളുടെ എന്റെ കൂടെ പറഞ്ഞിട്ടില്ല, എന്റെ മോന്റെ കൂടെയും പറഞ്ഞിട്ട്, പിന്നെ അമ്മയുടെ ലാസ്റ്റ് മൂവ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ ഞങ്ങൾ ഇന്ന് ഒളിച്ചു വയ്ക്കുകയും ചെയ്തു. അല്ലാതെ ഞാനോ എന്റെ മോനോ ഇതിനകത്ത് ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞില്ല. അപ്പൊ ഇവിടെ വന്ന് ഈ വിഷയം ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ അറിയുന്നത്. അമ്മ താങ്കളോട് പറഞ്ഞില്ല എന്നുള്ളതിനൊരു കാരണം എന്താണ്? അല്ല, അങ്ങനെ നമ്മൾ ഇനി അവിടെ ചെന്ന് ഇനി അവരുമായിട്ടുള്ള വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ അവർ നമ്മൾ ഇനി പ്രശ്നം ഉണ്ടാക്കേ വേറെ ഒന്നും വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. അതായത് അമ്മയ്ക്ക് തോന്നിയിരുന്നു ഇനിയും ഈ ബന്ധം ഒന്ന് നന്നായി പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നല്ലേ? അതെ 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 തീർച്ചയായിട്ടും അങ്ങനെ പോകുന്നെങ്കിൽ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചെന്ന് പറയുമ്പോൾ അവൻ രണ്ടാമത് വന്ന് മോളെ വിളിച്ചുകൊണ്ട് പോവുകയല്ലേ. എന്റെ വീട്ടിൽ നിർത്തിയിരുന്നിട്ടില്ല, എക്സാം എഴുതാൻ പോയപ്പോൾ കോളേജിൽ നിന്നല്ലേ അവ വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമ്മളായിട്ട് ഉണ്ടാവണ്ട എന്ന് ഞാൻ അന്ന് കണ്ട വക്കീലും എന്റെ കൂടെ പറഞ്ഞായിരുന്നു. നമ്മളെ NSSന്റെ കരയോത്തിന്റെ പ്രസിഡന്റ് ഒരു വക്കീലാണ്. വക്കീൽ പറഞ്ഞു അവര് നേരിട്ട് അവൻ വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ലേ, അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ, ഇനി നമ്മൾ അതിന്റെ ഇടയിൽ കയറി വേറെ വിഷയങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറി നിന്നത്. അച്ഛാ, ഇപ്പൊ നമുക്ക് തോന്നുന്നു അല്ലേ ജീവിതമല്ല ജീവനാണ് വലുതെന്ന്? തീർച്ചയായിട്ടും ജീവനാണ് വലുത്, ജീവിതമല്ല. ജീവിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് എല്ലാ കുട്ടികളുടെയും ഞാൻ പറയുന്നത്. നമ്മൾ ഇതൊന്നും ഒന്നുമല്ല. ഈ വിവാഹമില്ല. ഇനി അതിനുശേഷം ഇപ്പൊ എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരൊറ്റ വാക്കുകൾ, നിങ്ങൾ പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഒരു ജോലി കിട്ടിയതിന് ശേഷമല്ലാതെ വിവാഹം കഴിക്കരുത്. ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാനുള്ളതാണ്. അത് അല്ലാതെ ഒരുത്തന്റെ കാൽ കീഴെ കൊണ്ട് വച്ചു കൊടുക്കാനുള്ളതല്ല. അതുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു പുരുഷന്റെ കീഴിൽ ജീവിക്കാൻ പോകാവൂ. അത് എന്റെ ഒരു എളിമയായ ഒരു അഭ്യർത്ഥനയാണ്. ഒരു ജോലി ഏതെങ്കിലും പ്രൈവറ്റ് മതി, ഗവൺമെന്റ് വേണമെന്നില്ല, പ്രൈവറ്റിൽ മതി. ഒരു 20-25,000 രൂപയ്ക്കകത്ത് ശമ്പളം കിട്ടിയാൽ മാത്രം മതി. ആ കുട്ടിയുടെ ചെലവ്, അതിന് ഇത്തിരി ഡ്രസ് എടുക്കാനും അതിന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും ഉള്ള പൈസ മാത്രം മതി. അല്ലാതെ അതിന് സമ്പാദിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ അച്ഛനും അമ്മയും കൊടുക്കുന്നുണ്ട് അതിന് ജീവിക്കാനുള്ളത്. അത് അവളെ കയ്യിൽ തന്നെ കാണും, അതിനകത്ത് ഒരു ഒഴിവുമില്ല. അതുകൊണ്ട് ഇനി എന്റെ കുട്ടികൾ, എന്റെ ഈ മക്കളോട് പറയാനുള്ള ഒറ്റ ആവശ്യമുള്ളൂ, എന്റെ പെൺകൊച്ചുങ്ങൾ ഒരു കാരണവശാലും ജോലി കിട്ടാതെ ഒരു കല്യാണത്തിൽ മുറ്റരുത്. അതേപോലെ തന്നെയാണ് എന്റെ രക്ഷാകർത്താക്കളോട് പറഞ്ഞ് പെൺകുട്ടികളെ പഠിപ്പിച്ചൊരു ജോലി മേടിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ കല്യാണം കഴിക്കാവൂ. എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ എന്റെ മോക്കുള്ള ജാതകത്തിൽ 22 വയസ്സിന് കഴിഞ്ഞാൽ പിന്നെ 29 28 വയസ്സിലെ പിന്നെ കല്യാണമുള്ളൂ. അപ്പൊ എന്റെ ബന്ധുക്കൾ എന്റെ സഹോദരങ്ങളും പറഞ്ഞല്ല, അതിനുമുമ്പ് നമുക്ക് കല്യാണം കഴിച്ചാൽ പിന്നെ 6 മാസം അല്ലേ മോക്കുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ജോലിയാവൂലേ, അതുകൊണ്ട് കല്യാണം ഇപ്പൊ നമുക്ക് നടത്താമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞ് എന്നെ കിട്ടിയാണ് ഞാൻ ആ കല്യാണത്തിന് ഞാൻ സമ്മതിക്കുന്നത്. അങ്ങനെയാണ് ഇനി പറ്റിപ്പോയത്. അതെന്റെ മോളുടെ ജീവൻ നഷ്ടപ്പെട്ട് ഞാൻ ഇന്ന് വരെ ആത്മാർത്ഥമായിട്ട് ഒരു ചിരിക്കുക, ഒരു കാര്യങ്ങൾ ബന്ധപ്പെടുക. പിന്നെ ഞാൻ എല്ലാത്തിലും പോകാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. എന്റെ സന്തോഷം എന്ന് പറയുന്നത്, എന്റെ ജീവിതം എന്ന് പറയുന്നത് അതോടുകൂടി കഴിഞ്ഞു.
അച്ഛാ, ഒരു കാര്യം കൂടി, താങ്കൾ ഇപ്പൊ പറഞ്ഞ കാര്യം വളരെ വലുതാണ്. ഇപ്പൊ ഈ സമയത്ത് അത് വളരെ വാലിഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴും ഈ താങ്കൾ പറഞ്ഞ ഈ ജാതകം നോക്കി ഇനി 30 വയസ്സിലെ അല്ലെങ്കിൽ 28 വയസ്സിലെ കല്യാണം ഉള്ളൂ എന്ന് പറയുമ്പോൾ 18 തുടങ്ങും ആലോചന, 21 ആകുമ്പോൾ എങ്ങനെയെങ്കിലും കല്യാണം നടത്തുന്നവരുണ്ട്. അത് നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കൾ ഉണ്ടാകും. പലയിടത്തു നിന്ന് സമ്മർദ്ദം വരും അവർക്ക്. അവരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരു കാരണവശാലും ജാതകം എന്ന് പറയുന്ന തെറ്റായ ഒരു പ്രവണതയാണ്. അതിൽ വിശ്വസിക്കരുത്. കുട്ടികളെ ഒരു കാരണവശാലും ജാതകത്തിന്റെ പേരിൽ വിടരുത്. ജാതകം എഴുതാം, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഹിന്ദു പ്രമാണം നമുക്കത് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ കല്യാണം എന്ന് പറയുന്നത്, കുട്ടിക്കൊരു കല്യാണം വേണം എന്നുള്ള ജാതക മുഖാന്തരം നോക്കരുത്. മനുഷ്യനായിട്ട് നിന്ന് മനുഷ്യനെ സ്നേഹിച്ച് അങ്ങനെയുള്ള ഒരു ജീവിതമാണെങ്കിൽ അവർ ഇന്ന് സുഖമായിട്ട് ജീവിക്കും. അല്ല ജാതകം നോക്കി ഇത്ര വയസ്സിന് 18 വയസ്സ് 19 വയസ്സ് കല്യാണം കഴിപ്പിച്ച് അയക്കരുത്. ദയവ് ചെയ്യാതെ എനിക്ക് എന്റെ രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, ജാതകം നോക്കി അവരെ കല്യാണത്തിലേക്ക് വിടരുത്. അവരെ ഒരു ജോലി മേടിച്ചിട്ട് അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ ആ കുട്ടികൾ എന്നും നമ്മളെ കൂടെ കാണും. അവർ സന്തോഷമായിട്ട് ജീവിക്കും. അവർക്ക് ആരെയും കീഴിൽ അവർക്ക് പോണ്ട. അതുകൊണ്ട് ദയവ് ചെയ്ത് ജാതകം നോക്കാതെ, ജാതകത്തിലെ വയസ്സ് നോക്കാതെ നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ഒരു ജോലി മേടിച്ചതിന് ശേഷം മാത്രമേ വിവാഹം കഴിപ്പിക്കാവൂ. സ്ത്രീധനത്തിന്റെ കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അങ്ങേ വിട്ടേക്കാം. കാരണം താങ്കൾ അനുഭവസ്ഥനാണ്. താങ്കൾ പറയുന്ന വാക്കുകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് താങ്കൾ ഒരിക്കലും എൻ്റെ മകൾ ബുദ്ധിമുട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്ത്രീധനം വളരെയധികം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച ഒരു അച്ഛനാണ്. താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്ത്രീധനം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് വാങ്ങുന്നതും തെറ്റാണ്. അതിന് ഞാൻ കോടതിയിൽ എന്നെ 3 ദിവസം കയറ്റി വിസ്തരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യവും ഞാൻ പറഞ്ഞു, കോടതി ജഡ്ജിയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്ത്രീധനം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള ഏത് ശിക്ഷയും ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും സ്ത്രീധനം എന്ന് പറയുന്ന ഇത്തരങ്ങൾ എന്ത് കൊടുക്കും എന്ന് പറയുന്ന ആ ഒരു പാർട്ടി നമ്മളെ വീട്ടിൽ വന്നാൽ ചായം കൊടുത്ത് അവരെ സന്തോഷമായിട്ട് തിരിച്ചിറക്കി വിടണം. ഇവിടെ കുട്ടി ഇല്ല എന്നുള്ള ഒരു പറയണം. ആ ചായം കൊടുത്ത് അവരെ അതേപോലെ സന്തോഷമായിട്ട് അവരെ തിരിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്നത് കൊടുത്ത് കുട്ടികളെ കെട്ടിച്ചയക്കേണ്ട. അതേപോലെ സ്വർണം ഒരു കാരണവശാലും കൂടുതൽ കൊടുത്ത് വിടണ്ട. ആ പൈസ ഉണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് 13 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ഒരു കാറ് അവന് കൊള്ളൂല എന്ന് പറഞ്ഞാൽ അവൻ റോഡിലും അവിടെ ഇവിടേക്ക് ഇട്ട് ഇടിച്ച് കളഞ്ഞില്ലേ? ആ 13 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കി, ഞാനെന്ന് പറഞ്ഞ ഗൾഫിൽ കിടന്ന് ഈ സൗദി അറേബ്യയിൽ ഈ ഉറ്റവരും ഉടയവരും ഇല്ലാതെ കിടന്നുണ്ടാക്കിയ പൈസയാണ്. എന്ത് കഷ്ടപ്പെട്ടുള്ള പൈസയാണെന്ന് ഏതോ ഒരു പ്രവാസിക്കും അറിയാൻ കഴിയും. അങ്ങനെ വളർത്തിയ, അങ്ങനെ കൊടുത്ത അതാണ് അവന് ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് ആ പൈസ നമ്മൾ കൊടുക്കണമെന്ന് തോന്നുന്ന പൈസ ആ മോളെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഒരു ചെക്ക് മേടിച്ച് ആ കുട്ടിയുടെ കൈ കൊടുക്കുന്ന അതിന്റെ ഇൻട്രസ്റ്റ് എടുത്തെങ്കിൽ അവർക്ക് ജീവിക്കാം. അതേപോലെ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ പേരിൽ നമുക്ക് എഴുതി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ കുട്ടി വേറെ ആർക്കും കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ വേണം പ്രമാണം ചെയ്ത് കൊടുക്കാൻ. അത് സ്ത്രീധനമായിട്ട് കൂട്ടരുത്. നമ്മളെ മോളെ ജീവിതത്തിന്റെ സന്തോഷമായിട്ട് നമ്മളെ ഒരു വിഹിതം ആ കുട്ടിക്ക് കൊടുക്കണം എന്നുള്ള ഒരു പരിഗണന മാത്രമേ വയ്ക്കാവൂ. അതേപോലെ സ്ത്രീധനം ചോദിച്ചു വരും, നിങ്ങളെ മോക്ക് എന്ത് കൊടുക്കും എന്ന് ചോദിക്കുന്നവരെ സന്തോഷത്തോടുകൂടി ചായ കൊടുത്ത് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അതാണ് അത്യാവശ്യം, അങ്ങനെ ചെയ്യാവൂ എന്നുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. വിസ്മയുടെ അച്ഛനാണ് നമ്മളോട് സംസാരിച്ചത്. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നുണ്ട് എന്ന് ന്യൂസ് 18 പറഞ്ഞപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ വന്നത്, താങ്കളുടെ അത്രയും നല്ല വിചാരം, അത് ഇനിയൊരു വിസ്മയം ഉണ്ടാകരുത് എന്ന താങ്കളുടെ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി പറയുകയാണ് താങ്കളോട് ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നു, ശ്രീമതി ഉഷ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഉഷയുടെ കോള് കട്ടാണ്. കേൾക്കാമോ എന്നെ? സിബി എന്ന പ്രേക്ഷകൻ ചേരുന്നു. സിബി, ശരി, ഞാൻ പ്രേക്ഷകരിലേക്ക് വരാം. അവരുടെ കോൾ കട്ടാണ്. ഞാൻ സന്ധ്യയിലേക്ക് പോവുകയാണ്. സന്ധ്യ, വിസ്മയുടെ അച്ഛൻ സംസാരിച്ചതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. കാരണം എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് എത്ര പേര് ഉൾക്കൊള്ളുന്നു ഇനിയൊന്നാണ്. എൻ്റെ മോൾക്ക് അങ്ങനെ വരില്ല. ഇപ്പം നമ്മൾ മയക്കുമരുന്നിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും, നമ്മൾ രക്ഷകർത്താക്കളെ പാരൻറ്റിങ് ഒക്കെ സംസാരിക്കുമ്പോഴും എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് അങ്ങനെ വരില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നം വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതെന്താന്ന് വെച്ചാൽ ആ പിള്ളേർക്കും നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ്. അച്ഛനത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അച്ഛനോട് ഞാൻ അത് പറഞ്ഞാൽ അച്ഛൻ വിഷമിക്കും എന്നും അറിഞ്ഞുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അറിയാവുന്നതുകൊണ്ടാണല്ലോ വിസ്മയ അമ്മയോട് പോയി പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞതിന്ന് ഒരു ചെറിയ തുമ്പെടുത്ത് അച്ഛനോടും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് വിസ്മയ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. പറയാൻ പറ്റില്ല. പക്ഷെ
ചില അവസ്ഥകൾ നമ്മൾ അറിയാതെ ആയി പോകുന്നതാണ്. നമുക്കൊരു അന്ധമായ വിശ്വാസമുണ്ട് നമ്മുടെ മക്കൾ നമ്മളോട് സംസാരിക്കും എന്നുള്ളത്. പക്ഷെ എന്ത് വേണമെങ്കിലും സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും കൂടെ നമ്മുടെ മക്കളോട് പറയണം. എന്നാലേ അവിടെ ഒരു ഷെയറിങ്ങും കെയറിങ്ങും ഉള്ളൂ. പലപ്പോഴും ഞാൻ പൊട്ടിക്കരയണത് എന്റെ മകളുടെ അടുത്താണ്. കാര്യം അവളും അറിയണം എന്റെ ജീവിതം അത്ര എളുപ്പമല്ല എന്നുള്ളത്. കാര്യം എന്റെ അമ്മയുടെ അടുത്ത് എനിക്ക് സംസാരിക്കാം, പക്ഷെ എന്റെ മകളുടെ അടുത്ത് ഞാൻ സംസാരിക്കണം. എന്താന്ന് വെച്ചാൽ നാളെ അവൾ ഈ അവസ്ഥയിലേക്ക് വരും. അപ്പൊ ആ അവസ്ഥകൾ അവൾ നേരത്തെ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾ പണ്ടത്തെ പോലെ എന്താ പറയാ ഭയങ്കര ഇന്നസെന്റ് അല്ല, അവർക്ക് ഉൾക്കൊള്ളാനുള്ള ഇന്റലിജൻസ് ഉണ്ട്. നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് എടുത്ത് പറഞ്ഞാൽ അവരൊരു പക്ഷെ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയേ ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു എന്താ പറയാ ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബോണ്ട് പഴയ പേരന്റിങ് വിട്ട് പുതിയൊരു പേരന്റിങ് എക്സ്പ്ലോർ ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് 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 നഷ്ടങ്ങളാണ് നമുക്കിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പെൺകുട്ടികളുടെ കാര്യം മാത്രമല്ല, ആൺകുട്ടികളാണെങ്കിലും ശരി. നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക, പക്ഷെ വഴി പോണ കുട്ടികളെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. ആ ട്രെയിനിങ് നമ്മൾ നമ്മുടെ ആൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. എന്റെ വീട്ടിലെ അമ്മയും പെങ്ങളും പ്രഷ്യസ് ആണ്, പക്ഷെ നാട്ടിലെ കാണുന്ന പെൺകുട്ടികളെ കമന്റ് അടിക്കാം, തീർച്ചയായിട്ടും അത് തെറ്റാണ്. അപ്പോ ഒരുപാട് ഒരുപാട് റെഫർമേഷൻസ് കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മുടെ പ്രോബ്ലംസ് പറഞ്ഞാൽ നമ്മൾ മോശക്കാരാണ്, നമുക്ക് ഫൈറ്റ് ചെയ്ത് ജീവിക്കാൻ അറിഞ്ഞൂടാ, ഇങ്ങനത്തെ ഒക്കെ കുറേ. ഞാനിത് അങ്ങനെ പറയുന്നവരോട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകാൻ പറയണം. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ ഓക്കെ, തീർച്ചയായും ആ പോകാൻ പറ. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീമതി സന്ധ്യ മനോജ്. നമ്മൾ എത്ര പേര് അങ്ങനെ പറയുന്നു, എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. വളരെയധികം നന്ദി ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. നമ്മുടെ ന്യൂസ് 3യുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.